ഇന്നലെ ഹൈക്കോടതിയിൽ കക്ഷി ചേരുകയുണ്ടായി. കക്ഷി ചേർന്നുകൊണ്ട് വാദം ഇന്നലെ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ സുഗുണാനന്ദൻ ഇന്നലെ നമ്മുടെ വാദമുഖങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഞാൻ കരുതുകയാണ്. നമ്മുടെ ഈ നാടിന്റെ അഭിമാനമായ, ജനങ്ങളുടെ പ്രതീക്ഷയായ, യുനെസ്കോ പോലും പ്രശംസിച്ചിട്ടുള്ള ഈ പൂരത്തിന്റെ നടത്തിപ്പ് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്ന ഈ സമീപനം മാറണം. കൊച്ചിൻ ദേവസ്വം ബോർഡിന് എന്ത് പറ്റിയെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തിനാണ് ഈ പിടിവാശി? ദേവസ്വം ബോർഡ് മന്ത്രി തൃശൂർ ജില്ലക്കാരനാണ്. രാധാകൃഷ്ണൻ എല്ലാം അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം അടിയന്തരമായി ഇടപെടാമെന്ന് 3-4 തവണ ചർച്ച ചെയ്ത് പറഞ്ഞതാണ്. ഇതുവരെ ഇടപെട്ടില്ല. അതുപോലെ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഇടപെടാൻ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. ഞാൻ UDF ഗവൺമെന്റ് കാലത്ത് അന്നത്തെ മുഖ്യമന്ത്രിയും ഞാനും ഇടപെട്ട കാര്യം ഇത് പറഞ്ഞത് അടിയന്തരമായി മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വേണം എന്നുള്ളത് കൊണ്ടാണ്. തൃശൂർ പൂരം ഭംഗിയായി നടത്താനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള ദേവസ്വത്തിന് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. വാസ്തവത്തിൽ ഗവൺമെന്റ് ഈ ദേവസ്വത്തിന് ഒരു ഗ്രാന്റ് നൽകി പൂരം ഭംഗിയായി നടത്തുകയാണ് വേണ്ടത്. ഗ്രൗണ്ട് സൗജന്യമായി കൊടുക്കുകയാണ് വേണ്ടത്. ഇതൊന്നുമല്ലാതെ പൂരക്കമ്മിറ്റിക്കാരെ വിഷമവൃത്തത്തിലാക്കുന്ന നടപടി ഗവൺമെന്റ് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ഇപ്പൊ ശബരിമലയിൽ ഇതല്ലേ കാണുന്നത്. കഴിഞ്ഞ ദിവസം ശബരിമലയിൽ പോയിരുന്നു. 16 മണിക്കൂർ 20 മണിക്കൂർ ഭക്തജനങ്ങൾ ക്യൂ നിൽക്കേണ്ടി വരികയാണ്. അയ്യപ്പന്റെ ദർശനത്തിന് വേണ്ടി നമ്മുടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പാവപ്പെട്ട അയ്യപ്പ ഭക്തന്മാർ ക്യൂ 20 മണിക്കൂർ ക്യൂ നിൽക്കേണ്ട അവസ്ഥ എങ്ങനെ ഉണ്ടാകുന്നു? ഒരു ഗ്ലാസ് വെള്ളം പോലും അവർ കിട്ടുന്നില്ല. ആരാധനാലയങ്ങളിൽ ഗവൺമെന്റ് കാണിക്കുന്ന ഈ ഒരു അനാസ്ഥയെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ എന്തുകൊണ്ട് ദേവസ്വം മന്ത്രി ഇടപെടുന്നില്ല? എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇടപെടുന്നില്ല? നവകേരള സദസ് ഇവിടെ വന്നപ്പോ ഈ കാര്യത്തിൽ ഇടപെടാമായിരുന്നല്ലോ. അപ്പൊ ബോധപൂർവമായ ഗവൺമെന്റിന്റെ ഭാഗത്ത് ബോധപൂർവമായി പൂരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെതിരെ തടസ്സം സൃഷ്ടിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, ജനങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇതിനകത്ത് ഞങ്ങൾ രാഷ്ട്രീയം കലർത്താൻ ആഗ്രഹിക്കുന്നില്ല. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. മുഖ്യമന്ത്രി യോഗം വിളിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം. ഇത് പൂരം ഓരോ വർഷം കഴിയും തോറും പൂരക്കമ്മിറ്റിക്കാരുടെ ചെലവ് വർദ്ധിക്കുകയല്ലേ. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ചെലവ് വർദ്ധിക്കുന്നു, ഭാരം വർദ്ധിക്കുന്നു, വേണ്ടത്ര വരുമാനം ലഭിക്കുന്നില്ല. കോവിഡ് കാലത്ത് 2 വർഷം നടത്താൻ കഴിഞ്ഞില്ല. അതിൻ്റെതായ ബുദ്ധിമുട്ട് അവർക്കുണ്ടായി. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ട് പരിഹാരം കണ്ടെത്താനായിരുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ് മുന്നോട്ട് വരേണ്ടത്. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കൊച്ചിൻ ദേവസ്വം ബോർഡിന് എന്ത് പറ്റിയെന്ന്. യാഥാർത്ഥ്യ ബോധമില്ലാതെ ഉള്ള പ്രവർത്തനമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കോടതി വസ്തുതകൾ പരിശോധിക്കുവാൻ ഞങ്ങൾ കരുതുകയാണ്. പ്രിയപ്പെട്ട നമ്മുടെ MP കൂടി കക്ഷി ചേർന്നതോടുകൂടി കോടതി ഗൗരവത്തോടെ എടുക്കുമെന്നാണ് എന്റെ വിശ്വാസം.